കാരുണ്യമായിട്ടല്ലാതെ നബിയെ നാം അങ്ങേ നിയോഗിച്ചിട്ടില്ല എന്ന് വളരെ മനോഹരമായി ചുരുങ്ങിയ വാക്കിലൂടെ അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അയനമെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ സകലമായ വസ്തുക്കളും പ്രപഞ്ചം എന്നതിന്റെ പരിധിയിൽപ്പെടും. ആ പ്രപഞ്ചത്തിന് ഒന്നടങ്കം കാരുണ്യമാണ് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് വളരെ മനോഹരമായി ഖുർആൻ പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അബുൽ ബസ്റാദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സകലമായ വസ്തുക്കൾക്കും അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമാണ്. ആദം നബി അലൈഹി സ്വലാമിന് കാരുണ്യമാണ്. ലോകത്ത് കടന്നുപോയ എല്ലാ മനുഷ്യന്മാർക്കും അചേതന വസ്തുക്കൾക്കും അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമാണ് എന്ന് പറയുമ്പോ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളോടെ പ്രവാചകരുടെ അധ്യാപനങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുന്നതാണ്. ആദം നബി അലൈഹി സ്വലാമിന് മുമ്പ് തന്നെ പ്രവാചകർ കാരുണ്യമാകുമ്പോ അന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ